ചൈനയുടെ തലസ്ഥാനമായ ബീജിങ്ങിനെ മറികടന്ന് മുംബൈ ഇപ്പോൾ ശതകോടീശ്വരന്മാരുടെ തലസ്ഥാനമായി മാറിക്കഴിഞ്ഞു. 2024 ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് അനുസരിച്ച് ഇന്ത്യയിലെ സമ്പന്നരുടെ ഏറ്റവും മികച്ച നഗരം മുംബൈയാണ്. തൊട്ടുപിന്നിൽ ന്യൂഡൽഹിയും ഹൈദരാബാദും. മുംബൈയിൽ പുതിയ 58 ശതകോടീശ്വരന്മാരുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ന്യൂഡൽഹിയിൽ 18 പേർ കൂടി കൂട്ടിച്ചേർത്തു. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ സമ്പന്നർ. HCL ചെയർമാൻ ശിവനാടാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ന്യൂഡൽഹിയിൽ മുന്നിട്ട് നിൽക്കുന്നു. നഗരങ്ങൾ വച്ച് നോക്കുമ്പോൾ തന്നെ ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലും അതിസമ്പന്നർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ രാജ്യത്തിൻ്റെ 75% വരുന്ന ജനങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. അങ്ങനെ നിൽക്കെയാണ് ചെറിയൊരു ശതമാനം ആൾക്കാർ അതിസമ്പന്നരായിക്കൊണ്ടിരിക്കുന്നത്. 2024 ഹുറൂൺ ഇന്ത്യ സമ്പന്നരുടെ പട്ടിക പ്രകാരം ബെയ്ജിങ്ങിനെ മറികടന്ന് മുംബൈ ഏഷ്യയുടെ ശതകോടീശ്വരന്മാരുടെ തലസ്ഥാനമായി ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിലെ 25% ശതകോടീശ്വരന്മാരും 58 പുതിയ ശതകോടീശ്വരന്മാരും അടങ്ങുന്നതാകുന്നു. അറ്റ ശതകോടീശ്വരന്മാരുടെ കാര്യത്തിലും ഇന്ത്യ ചൈനയെ പിന്തള്ളിയെന്നും ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ 29% കൂടുതൽ ശതകോടീശ്വരന്മാരുടെ വരവ് രേഖപ്പെടുത്തിയപ്പോൾ ചൈനയിൽ ശതകോടീശ്വരന്മാരിൽ 25% കുറവാണുണ്ടായത്. ഏഷ്യയിൽ സമ്പത്ത് സൃഷ്ടിക്കുന്ന രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ സുപ്രധാന പങ്ക് വഹിച്ചുകൊണ്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ 29% ശതകോടീശ്വരന്മാരുമായി വർദ്ധിച്ച് 334 ശതകോടീശ്വരന്മാരുമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ആളോഹരി വരുമാനം കുറവായതിനാൽ തന്നെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോഴും പിറകിൽ തന്നെയാണ്. കാരണം വളരെ കുറച്ച് ശതകോടീശ്വരന്മാരുടെ കയ്യിൽ തന്നെയാണ് ഇന്ത്യയിലെ സമ്പത്തിൻ്റെ നല്ലൊരു ശതമാനവും. എന്നാൽ ചൈനയിൽ ആളോഹരി വരുമാനം കൂടുതലായതിനാൽ തന്നെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലാണ് ചൈന. 2024 മാർച്ചിൽ തന്നെ മുംബൈ ആദ്യമായി ചൈനയുടെ തലസ്ഥാനമായ ബീജിങ്ങിനെ മറികടന്ന് ഏഷ്യയിലെ ശതകോടീശ്വരന്മാരുടെ കേന്ദ്രമായി ഉയർന്നു കഴിഞ്ഞിരുന്നു. ന്യൂയോർക്കിന് ശേഷം ഇപ്പോൾ ലോകത്ത് തന്നെ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് ശതകോടീശ്വരന്മാരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ മുംബൈ.